ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡേയ്സൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതെ, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടു ഡു ലിസ്റ്റൊക്കെ അനുസരിച്ച് കൃത്യമായി ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റു. പിന്നെ പോയിട്ട് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്തു. ഡെയിലി റുട്ടീൻസും ഫ്രഷ്നപ്പ് ആവലൊക്കെ കഴിഞ്ഞു വന്നു. പിന്നെ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്തതാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം, നേരത്തെ എണീക്കണം. സോ ഇന്ന് കുറച്ച് ഓവർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണെന്ന് വിചാരിക്കുന്നു. സോ എന്നും ചെയ്യുന്ന മോർണിംഗ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി സ്കിൻ കെയർ കാണിച്ചില്ല എന്ന് പറയരുത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ മുടങ്ങാതെ ചെയ്യുന്ന ഒരു സംഗതിയാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ സ്കിൻ കെയറിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. സോ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. ആ ഒരു ബോട്ടിൽ വാങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ അതിൽ ഇമ്പ്രൂവ്മെന്റ് കണ്ടു തുടങ്ങിയത്. കാരണം അതിലിങ്ങനെ നമ്മുടെ കുടിക്കുന്നതിൻ്റെ അളവ് കാണിക്കുമ്പം അത് കുടിച്ചു തീർക്കാൻ ഭയങ്കര ഒരു ടെൻഡൻസിയാണ്. അങ്ങനെ കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബെഡ് റെഡിയാക്കുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് എനിക്ക് എൻ്റെ ആ ഒരു സറൗണ്ടിങ് ക്ലീനായി നിന്നാലേ എനിക്ക് അന്നത്തെ ദിവസം എനർജി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മൊത്തം ആ ദിവസം വെറുതെ ഇരുന്ന് പോക്കും, എന്നിട്ട് ഞാൻ തന്നെ റിഗ്രറ്റ് ചെയ്യും. സോ അതൊക്കെ കഴിഞ്ഞ് താഴെ പോയി നോക്കിയപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ലാസ്റ്റ് എത്തിയതുകൊണ്ട് തന്നെ എനിക്ക് ആകെ ഒരു മുട്ടയും കുറച്ച് കറിയും ഒരു ചപ്പാത്തിയൊക്കെ ബാക്കിയുള്ളൂ. വീട്ടിലാർക്കും തന്നെ ഒരു വിലയില്ല ഗീസ്. അങ്ങനെ സംഭവം ഞാൻ ലേറ്റായി വരുന്നതിനെ കൊണ്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞാൻ വീട്ടിലെടുക്കുന്ന ഒരു പണികളിൽ ഒന്നാണ് വാഷ് ചെയ്തത് ചിക്കിയിടുക അല്ലെങ്കിൽ തോരാനിടുക എന്നുള്ള സംഗതി. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സാധനം ഞാൻ കണ്ടത് കേട്ടോ. നമ്മുടെ ബാക്കിലോട്ട് ഇതാ അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി മൊത്തം നമ്മുടെ വീട്ടിലോട്ടാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പറിച്ച് തിന്നാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പക്ഷെ അപ്പുറത്തെ ആൻറ്റീൻ്റെ ഭാഗ്യം, ഇവിടെ ആർക്കും പാഷൻ ഫ്രൂട്ടിനോട് വലിയ താല്പര്യമില്ല. ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ സോനൊക്കെയാണ് കഴിക്കുക, അവൻ വീട്ടിലില്ല. പിന്നെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അങ്ങനെ ഞാൻ ഒന്ന് പറിച്ചിട്ട് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പഴുക്കാത്തത് കൊണ്ടായിരിക്കും, ഭയങ്കര പുളിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഇന്നലെ രാത്രി മുതൽ ഒരാൾ യൂട്യൂബ് റെസിപ്പി വീഡിയോസ് ഒക്കെ കണ്ടിങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ എണീറ്റിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ കുറേ നേരമായിട്ടോ അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയോ സാധനങ്ങൾ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഉമ്മ വാങ്ങി വരാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു. അപ്പം ഞാൻ അവിടെയും ഇവിടെയും ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യണ കണ്ടിട്ട് അവിടെ നിന്നുള്ളവർ എന്തപ്പോൾ ഇവള് കാട്ടണേന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വേഗം സ്കൂട്ടായി സാധനമൊക്കെ വാങ്ങിയത് ഉമ്മൻ്റെ കൊണ്ട് കൊടുത്തു. പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾക്ക് പണിയൊന്നുമില്ല അടുക്കളയിൽ. എനിക്ക് രാവിലെ 11:30 വീഡിയോ കയറ്റാനുണ്ടാവും. സോ ഞാൻ അതിൻ്റെ പണിക്ക് പോവും, എന്നിട്ടാണ് താഴേക്ക് വരിക. അപ്പം ഇന്നിങ്ങനെ നോക്കിയപ്പോഴാണ് വലിയൊരു കുരു മുഖത്തുണ്ടായിട്ടുണ്ട്. അപ്പം അത് ഇനി മാറ്റണമെങ്കിൽ ഞാൻ കുറേ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ വീഡിയോ ഡെയിലി ഇടുന്നത് 11:30 മണിക്കാണ് രാവിലെ. അപ്പം നിങ്ങളിനി ചെക്ക് ചെയ്താൽ മതി, ആ സമയത്ത് എന്നും വീഡിയോ ഉണ്ടാവും. അപ്പം എൻ്റെ വീഡിയോ അപ്ലോഡിങ്ങും അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷൻ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ വളരെ റെയറായിട്ടേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുള്ളൂ, പക്ഷെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ സക്സസ് ആവാറുണ്ട് കേട്ടോ. അങ്ങനെ സക്സസ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഇന്ന് പിന്നെ നമ്മൾ റെസിപ്പി ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല, അമ്മ കുറേ കൂടി ഉണ്ടാക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഇനി സോനും കാക്കിയൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ വേണമെങ്കിൽ റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടിടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ഡാർക്ക് സോസും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ കൊറിയറിൻ്റെ ദിവസമായിരുന്നു. ഫുൾ ഓഫ് കൊറിയർ വരവായിരുന്നു കേട്ടോ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കോളിംഗ് ബെല്ല് അടിച്ചാലും ഉമ്മ റൂമിൽ നിന്ന് എണീറ്റ് പോയി നോക്കില്ല, കാരണം ഉമ്മയ്ക്ക് അറിയാം എൻ്റെ കൊറിയർ ആയിരിക്കും. അപ്പം ഞാൻ മേലെ നിന്ന് വന്ന് തന്നെ തുറന്ന് വാങ്ങിക്കണം. അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ കൊറിയേഴ്സും, ഇന്ന് വരാനുള്ള എല്ലാ കൊറിയേഴ്സും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാം, ലാസ്റ്റിലേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു 12:30 മണിയായപ്പോഴത്തേക്കും റെഡിയായി. അതായത് ലോഹറിന് മുന്നേ സെറ്റായി. പിന്നെ എനിക്ക് ഉമ്മയ്ക്ക് ക്ഷമയില്ല, ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് വേഗം കഴിക്കണം. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുളിക്കാനൊന്നും നിന്നില്ല, വേഗം ലഞ്ച് കഴിച്ചു. അതാണ് ഞാൻ അതേ മാക്സിലിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. അതിങ്ങനെ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ആളെ സൂചിപ്പിച്ച് ഇങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ ഉമ്മക്ക് എന്തുണ്ടാക്കിയാലും അഭിപ്രായം പറയുന്നത് വളരെ ഇഷ്ടമാണ്. കാരണം അത് നല്ലതാണേലും ചീത്താണേലും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. ഈ വീട്ടിൽ ഞാൻ എടുക്കുന്ന അടുത്ത പണിയിലൊന്നാണ് പാത്രം കഴുകുക എന്നുള്ളത്. സോ അതെൻ്റെ മമ്മി ചെയ്യാറില്ല.
മമ്മി വേറെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ക്ലീനിങ് പരിപാടികൾ അധികം ഞാനാണ് ചെയ്യാറുള്ളത്. ഞാൻ കുക്കിംഗ് അധികം ചെയ്യാറില്ലല്ലോ. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ എനിക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു നാളത്തേക്ക്. അപ്പം അതിനുള്ള സംഭവങ്ങളാണ് ഹാമ്പറിൽ വെക്കാനുള്ള ഒരു മിനി ബൊക്കെയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു, ഒരു പാസ്റ്റൽ തീമിൽ കേട്ടോ. അങ്ങനെ ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്ക്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും പറുതിട്ട് ഇറങ്ങി. സംഭവം എനിക്ക് കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോൾ വന്നിട്ടുണ്ടായിരുന്നു DTDCന്ന്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. നമ്മുടെ കുരു കൈസ് ഒടുക്കത്തെ വേദനയാണ്. സാധാരണ എനിക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാവാറില്ല കുരു ഒന്നും വന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇത് നല്ല വേദന ഉണ്ട് കേട്ടോ. അങ്ങനെ DTDC ഓഫീസിലെത്തി എൻ്റെ കൊറിയറും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു, തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഷിപ്പ് ചെയ്യുന്നത്, അത് റിലേറ്റഡ് ആയിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഡൗട്ടും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കുളിക്കാൻ നിന്നത്. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ബോഡി കെയർ ചെയ്യാറുണ്ട്. കാരണം ഇനി പിന്നെ സ്കിൻ കെയറിൻ്റെ ആവശ്യമില്ല, കാരണം നൈറ്റ് സ്കിൻ കെയർ നമ്മൾ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി. ഇന്ന് സിമ്പിളായിട്ട് ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ ആയിരുന്നു ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ അസർ നിസ്കരിക്കാനുണ്ടായി. അപ്പോൾ അസർ നിസ്കരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിസ്കാരപ്പായയിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇന്ന് അൺബോക്സ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ 3 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് മാഴ്സ് എന്നാണ്. അവരെനിക്ക് PR ആയിട്ട് അയച്ചിട്ടുള്ളതാണ് കേട്ടോ. ലിപ്സ്റ്റിക്സ് ആണ്. ഇവരുടെ പുതിയ എഡിഷൻ ആയിട്ടുള്ള സിനി മാജിക് അതുപോലെ തന്നെ സൂപ്പർ സ്റ്റേ കളക്ഷനുമായിട്ട് 6 ലിപ്സ്റ്റിക്സ് ആണ് അയച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാനെല്ലാം ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒന്നാമത് ഡാർക്ക് എടുക്കാൻ കാരണം നമ്മൾ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകൂടെ മാച്ച് ആവാതാണല്ലോ എന്ന് കരുതിയിട്ടാണ്. ന്യൂഡിലേക്ക് ഞാൻ അധികം പോകാറില്ല. പക്ഷെ ഒന്ന് അൺഫോർച്ചുനേറ്റ്ലി ന്യൂഡ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വോണ്ടാണെങ്കിൽ കേടുവാണ്. സോ അത് ചെയ്യേണ്ടി വരില്ല. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് മിന്ത്രേ എന്നുള്ളൊരു പാക്കേജിംഗ് ആണ്. ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ. ഇതൊക്കെ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ട് വരുന്ന സംഗതികളാണ്. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുക്കാറാണ് യൂഷ്വലി. അപ്പം കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹാമ്പേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ മേടിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങൾ മേടിച്ച് അയക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുമോ. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ അഡ്രസ്സ് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എൻ്റെ അഡ്രസ്സിലോട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതാണ് ഞാൻ ഹാമ്പറിൽ വെക്കാറുള്ളത്. ഇതൊക്കെ പിന്നെ കസ്റ്റമർ ഓക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ്. അവർ പേ ചെയ്യുള്ളൂ കേട്ടോ. സോ അങ്ങനെ ഒരു ഹുഡി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ആമസോൺ പാഴ്സലാണ്. ഇതിൽ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കുള്ള സാധനം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പൊട്ടിച്ചു നോക്കാം. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഷാംപൂ മെട്രിക്സിൻ്റെ അത് തീർന്നിട്ടുണ്ടായി. അപ്പം ഞാനത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു 500 ml 350 ml ബോട്ടിലാണ്. ഓക്കെ. സോ അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ടുള്ളത് ബോട്ടിൻ്റെ ഒരു ഇയർപോഡ്സ് ആണ്. ഇതും എൻ്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഹാമ്പർ ചെയ്യുന്നുണ്ട് സൂൺ. ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. സോ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് പാഴ്സലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് പേജിൽ കുറേ പേര് വന്നിട്ട് നിങ്ങളെ ഷൂട്ട് സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വന്നിട്ടുള്ള ആ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫോട്ടോസ് എടുക്കാറ്. ഒരു റിംഗ് ലൈറ്റും ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ സ്റ്റൂളും വെച്ചിട്ടാണ് ഞാൻ സാധാരണ പിക്ചേഴ്സ് എടുക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് റൂമിലേക്ക് വന്നു, അതായത് എൻ്റെ സ്റ്റുഡിയോയിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് 3 ഹാമ്പേഴ്സ് ഒരുമിച്ച് ഡെലിവറി ചെയ്യാണ്ട്. അപ്പോൾ കുറച്ച് ഹെക്റ്റിക്കാണ്. അപ്പോൾ അതിനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു. കാരണം ആ കണ്ട സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ വലിയൊരു ബോക്സ് വേണം. ഞാൻ എവിടെയും തപ്പിയിട്ട് ബോക്സ് കിട്ടിയില്ല. അപ്പം ഞാൻ ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ മെനക്കെട്ടിരുന്ന് ബോക്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ എന്താണ് ആക്ച്വലി എൻ്റെ വർക്ക് എന്താണ്, ജോബ് എന്താണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം ഞാനൊരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പ്രൊഫഷണലി എഞ്ചിനീയർ ആണ്. പക്ഷെ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനും ക്രാഫ്റ്റും മേക്കപ്പും എല്ലാം കൂടെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തല്ലോ. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് പേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ ഇതുപോലെയുള്ള ക്യൂട്ട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം. സോ അത് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഹാമ്പർ നമ്മൾ ഏകദേശം ഐഡിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാമ്പറും ഞാൻ ഏകദേശം സെറ്റാക്കി വെക്കുകയാണ്. നാളെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ അത് പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഞാൻ തലേന്നേ അത് ഒക്കെ റെഡിയാക്കി വെക്കും, ഒക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. സോ ദാറ്റ് എനിക്ക് അടുത്ത ദിവസം വല്ലാതെ പണി ഉണ്ടാവില്ല.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ എനിക്ക് പ്രിന്റിംഗ് വർക്ക്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഹാമ്പേഴ്സിൽ നമുക്ക് ഒരെണ്ണം അയർലൻഡിലോട്ടാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ഓർഡർ ഉണ്ട്. അപ്പം അതിലേക്ക് ഷിപ്പ് ചെയ്യാൻ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഇൻവോയ്സ് കാണിക്കണം. സോ ആ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം ഫോട്ടോ ഫ്രെയിംസിനുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഡിന്നറിനും ഫ്രൈഡ് റൈസ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഫ്രൈഡ് റൈസും കഴിച്ച് അന്നത്തെ ഡിന്നർ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ലാസ്റ്റിലത്തെ ഒരു പരിപാടി എന്താണ്, നൈറ്റ് സ്കിൻ കെയർ ആണ്. അതും കൃത്യമായിട്ട് ചെയ്തു. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ അത്യാവശ്യം ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസമായിരുന്നു. എനിക്ക് കിടക്കാൻ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വരെ ടൈം കിട്ടിയില്ല. അങ്ങനെ ഓടി നടന്നൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് തന്നെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഞാനൊന്നും എക്സ്ട്രാ ആയിട്ട് ഇതിൽ ചെയ്ത് കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ യാ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ടാറ്റാ, സീ യു ഓൾ ഇന്നത്തെ വീഡിയോ. ബൈ.